ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് ടേംസുകളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞതാണ്. ഇനി ഏതൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ടേംസുകൾ നോക്കാം. ഒന്ന്, ബിസിനസ്. എന്താണ് ബിസിനസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടി ഏറ്റെടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും എന്ത് പറയാൻ പറ്റും? ബിസിനസ് എന്ന് പറയാൻ പറ്റും. അതായത് റെഗുലർ ആയിട്ട് ചെയ്യണം. ഇപ്പോ ഇറഗുലർ ആയിട്ട് ചെയ്യുന്ന എന്താണ് പർപ്പസ്, അതായത് ഏറ്റെടുക്കുന്ന പരിപാടികളൊന്നും ബിസിനസ് അല്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് എന്താണ് ചെയ്യുന്ന ഒരു പരിപാടി, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും ബിസിനസ് എന്ന് പറയാൻ പറ്റും. നേരെ മറിച്ച് ചില ആളുകൾ എന്താണ്, പെട്ടെന്ന് തന്റെ കൈവശമുള്ള ഏതെങ്കിലും ബൈക്ക് വിൽക്കുക, മൊബൈൽ വിൽക്കുക, അതിലൊക്കെ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അത് ബിസിനസ് അല്ല. സ്ഥിരമായിട്ട് ഇപ്പോ ബൈക്ക് വിൽക്കുക എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എന്താണ് അയാൾ ബൈക്ക് കച്ചവടം ചെയ്യുക എന്നുണ്ടെങ്കിലൊക്കെ അത് ബിസിനസ് ആണ്. ഓക്കെ, അപ്പോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടി ഏറ്റെടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റും. അടുത്ത ഒരു ടേം ആണ് പ്രൊപ്രൈറ്റർ. ആരാണ് പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രൊപ്രൈറ്റർ ഇസ് ദ ഓണർ ഓഫ് എ ബിസിനസ്. ബിസിനസിന്റെ ഓണറെയാണ് എന്ത് പറയാ? പ്രൊപ്രൈറ്റർ എന്ന് പറയുക. ഹി ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ഇറ്റ്, ഗിവ് ഹിസ് ടൈം ആൻഡ് അറ്റൻഷൻ ടു ഇറ്റ്. ഹി ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ പ്രോഫിറ്റ് ഓർ ബിയർ ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ മുതലാളി അല്ലെങ്കിൽ ഓണറിനെയാണ് എന്ത് പറയാ? പ്രൊപ്രൈറ്റർ എന്ന് പറയാ. അയാളെ എന്താണ് ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഫിക്സഡ് അസറ്റ് രൂപത്തിലൊക്കെ എന്തുണ്ടാവും? അയാൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അയാളുടെ ടൈമും അതുപോലെ അറ്റൻഷനൊക്കെ എന്ത് ചെയ്യും? അതിലോട്ട് പ്രൊവൈഡ് ചെയ്യും. ഹി ഈസ് എൻടൈറ്റിൽഡ് ടു ഗിവ് റിസീവ് ദ പ്രോഫിറ്റ് ഓർ ബിയർ ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. ആ സ്ഥാപനം റൺ ചെയ്ത് കഴിഞ്ഞാല് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടും. നേരെ മറിച്ച് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി പ്രൊപ്രൈറ്റർ എന്ത് ചെയ്യേണ്ടി വരും? ബിയർ ചെയ്യേണ്ടി വരും, അത് സഹിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസിന്റെ ഓണറെയാണ് എന്ത് പറയാ? പ്രൊപ്രൈറ്റർ എന്ന് പറയാ. അടുത്ത ടേം ആണ് ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ട്രാൻസാക്ഷൻസ് ആർ ഈവന്റ്സ് ദാറ്റ് ഹാവ് അഫക്റ്റഡ് ദ ബിസിനസ്. അതായത് ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഈവന്റ്സിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. അതായത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് എന്തുണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ ദിനം പ്രതി അഫക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഈവന്റുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഈവന്റുകളെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധനങ്ങൾ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറയും. അപ്പൊ അത് എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്. കാരണം ഗുഡ്സ് എന്താണ്? സ്ഥാപനത്തിലോട്ട് വരികയാണ്. ക്യാഷ് എന്താണ്? സ്ഥാപനത്തിന് പുറത്തേക്ക് പോവാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈവന്റ് ഒക്കെ എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്. ഇറ്റ് മേ റിലേറ്റ് ടു ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ആൻഡ് റെൻഡറിങ് സർവീസ് ബൈ വൺ പാർട്ടി ടു അനദർ. അപ്പൊ ഇതൊക്കെ റിലേറ്റ് ചെയ്തതാണ് പർച്ചേസ്, അതുപോലെ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത്, അതുപോലെ റെസിപ്റ്റുകൾ, പേയ്മെന്റ്, ക്യാഷ്, അതുപോലെ ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെന്റ് ഒക്കെയുമായി ബന്ധപ്പെട്ടും, അതുപോലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്താണ് സർവീസ് റെൻഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ സ്ഥാപനത്തിൽ ഏതെങ്കിലും എംപ്ലോയിക്ക് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് വേജസ് അല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടി വരും. അതൊക്കെ എന്താണ്? ട്രാൻസാക്ഷന്റെ പരിധിയിൽ വരുന്നതാണ്. രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷനും രണ്ടാമത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ എന്താണ്? ക്യാഷ് റിസീവ് ചെയ്യുക. അപ്പോ എന്തെങ്കിലുമൊക്കെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും? ചിലപ്പോൾ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള എന്തെങ്കിലും ഒരു ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്ന ക്യാഷ് പേയ്മെന്റ് നടത്തുക. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതിന് അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നതിന് എന്ത് പറയാ? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാ. അതേസമയം ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് റിസീപ്റ്റ് എന്നതാണ് നമ്മൾ തൽക്കാലം ഇപ്പോ പേയ്മെന്റും അല്ലെങ്കിൽ ഇപ്പൊ റെസിപ്റ്റും ചെയ്യുന്നില്ല. അതൊരു ഫ്യൂച്ചർ ഡേറ്റിലോട്ട് എന്ത് ചെയ്യാണ്? പോസ്റ്റ്പോൺ ചെയ്യുക. ക്യാഷ് പേയ്മെന്റ് ആയാലും അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റോ ഒക്കെ എന്ത് ചെയ്യാണ്? ഇപ്പോ ക്യാഷ് സ്വീകരിക്കുന്നതിന് പകരം അതൊരു ഫ്യൂച്ചർ ഡേറ്റിലോട്ട് എന്ത് ചെയ്യാണ്? നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യുക. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇപ്പൊ നമ്മള് സാധനം കടത്തിനൊക്കെ വാങ്ങിക്കലുണ്ട് അല്ലെ? നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം എന്താണ്? ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കാതെ അത് പിന്നീട് അതിന് പേയ്മെന്റ് തരാം എന്നൊരു ഉപാധിയോട് കൂടി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇനി അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഡ്രോയിങ്സ്.
എന്താണ് ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഓർ ഗുഡ്സ് ടേക്കൺ അവേ ബൈ ദ പ്രൊപ്പറേറ്റർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ആർ കാൾഡ് ഡ്രോയിങ്സ്. എന്താണ്? സ്ഥാപനത്തിന്റെ ഓണർ അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യാണ് എടുക്കുക, അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അപ്പോ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പ്രൊപ്പറേറ്റർ എന്ത് ചെയ്യാണ് ക്യാഷ് ആയിട്ടോ ഗുഡ്സ് ആയിട്ടോ എന്ത് ചെയ്യാണ് കൊണ്ടുപോകുക. അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഒക്കെ എന്ത് ചെയ്യുക പിൻവലിക്കുക. എന്തിനുമായിട്ടാണ്? സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അടുത്താണ് പർച്ചേസസ്. എന്താണ് പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് എന്ത് പറയാ? പർച്ചേസസ് എന്ന് പറയാം. അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാ? പർച്ചേസസ് എന്ന് പറയാം. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഗുഡ്സ് നമ്മൾ വിൽക്കാൻ വേണ്ടി, നമ്മള് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഐറ്റംസുകള്. നമ്മളത് ഒരിക്കലും എന്തില്ല വിൽക്കാൻ വേണ്ടി വെക്കാത്തതല്ല, വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പർച്ചേസസ് എന്ന് പറയാ. വെൻ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ദേ ആർ കോൾഡ് ക്യാഷ് പർച്ചേസ്. ആ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നത് ക്യാഷിനാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് പർച്ചേസ് എന്നും, അതേസമയം നമ്മൾ എന്താണ് കടത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് കൊടുത്തിട്ട് കൊടുക്കാം എന്ന ഉപാധിയോട് കൂടി സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് പർച്ചേസ് എന്നും പറയും. അടുത്താണ് പർച്ചേസ് റിട്ടേൺ. എന്താണ് പർച്ചേസ് റിട്ടേൺ? അത് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു, ആ വാങ്ങിച്ച ഗുഡ്സിൽ എന്തുണ്ടാവും? ചിലപ്പോ വിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പെട്ടെന്ന് അതിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് വരിക, അല്ലെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫാക്ടറി അല്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നത്? ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യുക. ആ ഗുഡ്സ് നമ്മൾ വാങ്ങിച്ച സപ്ലൈയേഴ്സിന്നോ അല്ലെങ്കിൽ ആരെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ച അവർക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യുക. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്. ഓർത്ത് വെക്കുക, റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യണം? തിരിച്ചെന്ത് ചെയ്യണം? സപ്ലൈയേഴ്സിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺസ് ഔട്ട്വേർഡ്. അത് പ്രത്യേകം ഓർത്തു വെക്കണം. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസ് റിട്ടേൺ ആണെന്നുള്ള കാര്യം. അടുത്താണ് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങിച്ച അത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സുകള്, ആ ഗുഡ്സ് എന്ത് ചെയ്യാണ്? നമ്മൾ വിൽക്കുക. ഗുഡ്സ് സോൾഡ് ചെയ്യുന്നതിന് എന്ത് പറയാ? സെയിൽസ് എന്ന് പറയാം. ഓക്കെ. പിന്നെ when goods are sold for cash they are called cash sales. അപ്പൊ നമ്മള് ഗുഡ്സ് എന്ത് ചെയ്യണേ? ഓൺ ദ സ്പോട്ടിൽ ക്യാഷിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസ് എന്നും, അതേസമയം അത് പിന്നീട് ഒരു ഡേറ്റിന് എന്താണ് ക്യാഷ് കസ്റ്റമറെ നമുക്ക് തരാം എന്ന ഉപാധിയോട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് സെയിൽസ് എന്നും പറയും. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ടേം ആണ് സെയിൽസ് റിട്ടേൺ. എന്താണ് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇപ്പോ കസ്റ്റമർ നമ്മൾ സാധനം വിറ്റു, ആ വിറ്റ സാധനം കസ്റ്റമർ അതിൽ സാറ്റിസ്ഫാക്ടറി അല്ലാതിരിക്കുക, അതുപോലെ എന്താണ് ഡിഫക്റ്റീവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അങ്ങനെ കേടുപാടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യാണ്? നമ്മുടെ സ്ഥാപനത്തിലോട്ട് ആ ഗുഡ്സ് റിട്ടേൺ തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ. ഓക്കെ. ഈ സെയിൽസ് റിട്ടേൺ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ് ഇൻവേർഡ്. ശ്രദ്ധിക്കുക, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഇൻവേർഡ് ആണ്. പർച്ചേസ് റിട്ടേൺ പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ റിട്ടേൺസ് ഔട്ട്വേർഡും ആണ്. ഓക്കെ, മാറിപ്പോകരുത്. അടുത്ത ടേം ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഈസ് റിബേറ്റ് ഓർ അലവൻസ് ഫ്രം ദ ഷെഡ്യൂൾഡ് പ്രൈസ് ഗ്രാൻഡഡ് ബൈ ദ സെല്ലർ ടു ബയർ. അതായത് സെല്ലർ ബയർക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് അല്ലെങ്കിൽ റിബേറ്റിന് പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. അതായത് ബൾക്കായിട്ട് എന്ത് ചെയ്യാണ്? സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സെല്ലർ എന്ത് ചെയ്യാണ്? വാങ്ങിക്കുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു ഷെഡ്യൂൾഡ് പ്രൈസ് ഉണ്ടാവും, ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും. ആ ടോട്ടൽ എമൗണ്ടിൽ എന്തെങ്കിലും അലവൻസ് അല്ലെങ്കിൽ റിബേറ്റ് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ. അതേസമയം എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്? ഇതൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ, 2 മാർക്കിന് ചോദിക്കലുണ്ട്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ള കാര്യം. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഡിഡക്ഷൻ ഓർ അലവൻസ് അലൗഡ് ബൈ ക്രെഡിറ്റർ ടു ഡെബ്റ്റർ. ക്രെഡിറ്റർ ഡെബ്റ്റർക്ക് കൊടുക്കുന്ന അലവൻസിനെ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ഇപ്പോ ക്രെഡിറ്റർ എന്തുണ്ടാവും? ഇപ്പൊ ഡെപ്റ്റേഴ്സിന് അതായത് മുൻകൂട്ടി ഇന്ന ഡേറ്റിന് നമ്മൾ ഇപ്പൊ ഒരു ഡേറ്റ് വെക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വരുന്ന മാസം 30-ന് എനിക്ക് എന്ത് ചെയ്യണം? ഇത്ര എമൗണ്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ സാധനം വാങ്ങിച്ചതായിരിക്കും. അപ്പൊ ഈ 30-ന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് എന്ത് ചെയ്യണം? മുൻകൂട്ടി പേയ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്ന അലവൻസ് ഡിഡക്ഷൻസിനാണ് എന്ത് പറയാ? ക്യാഷ് ഡിസ്കൗണ്ട്.
അപ്പോ നമ്മള് കടം വാങ്ങിച്ചിട്ടുണ്ടാവും. ആ കടം വാങ്ങിച്ചതിന് നമ്മൾ എന്ത് ചെയ്യണേ, അവര് ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പേയ്മെന്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആരെ കയ്യിൽ നിന്നാണോ കടം വാങ്ങിച്ച് അവര് നമുക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ആ ഒരു നിശ്ചയ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, കുറച്ച് എമൗണ്ട് കുറച്ച് തരിക. അതിനാണ് എന്ത് പറയാ, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് ക്രെഡിറ്റർ ഡെപ്റ്റർ കൊടുക്കുന്ന ഡിഡക്ഷൻസ് ആണ്. അതേസമയം ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞാല് മൊത്തം കച്ചവടം നടത്തുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ആ ഷെഡ്യൂൾഡ് പ്രൈസിൽ നിന്നും എമൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ചെയ്യുന്നത് തന്നെ എന്ത് പറയാ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഇത് രണ്ടും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഓക്കെ. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇനിയും കുറച്ചുകൂടി ടേംസുകൾ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.